ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതായത് ഒരു ഓവർഹെഡ് ട്രൈപോഡിൻ്റെ അൺബോക്സിങ്ങും പിന്നെ അതിനുള്ളിൽ അതെന്തൊക്കെ പാർട്സ് ഉണ്ട്, അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ വളരെ വിശദമായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതുപോലത്തെ ട്രൈപോഡ് മേടിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. എൻ്റെ ആദ്യത്തെ ട്രൈപോഡ് പൊട്ടിപ്പോയി. അപ്പോൾ അത് കുറച്ച് കുറഞ്ഞ ക്വാളിറ്റിയിലുള്ളതായിരുന്നു. അപ്പോൾ ഇതും ഒത്തിരി ഹൈ ക്വാളിറ്റി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും കുറച്ചുകൂടെ നല്ലത് ഞാൻ മേടിച്ചതാണ്. കുക്കിങ്, ഡ്രോയിങ്, പെയിൻറ്റിങ്, ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ട്രൈപോഡാണ് കേട്ടോ. അപ്പോൾ അതാ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു ഒട്ടകത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പ് പോലെ. കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇത് കണ്ടിട്ട്. അപ്പോൾ ഞാനിപ്പോഴിത് പൊട്ടിക്കുന്നത്. അപ്പോൾ കുറച്ച് ലൈറ്റ് കുറവാണ്, ഒരു രാത്രി സമയമായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഓരോന്നും നോക്കാം, അതിൻ്റെ ഓരോ സംഭവങ്ങൾ നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ആദ്യം നമുക്ക് എല്ലാ ട്രൈപോഡിലുള്ള പോലെ ഒരു മൊബൈൽ ഹോൾഡറാണിത്. അതിന് ബാക്കിലൊരു ക്യാപ്പൊക്കെ ഉണ്ട്. അങ്ങനത്തെ 2 മൊബൈൽ ഹോൾഡറുണ്ട്. ഒരെണ്ണം നമ്മുടെ സാധാരണ മൊബൈൽ വെക്കാനുള്ളതും ഒരെണ്ണം ടാബൊക്കെ വെക്കാനുള്ളതാണ്. നല്ല ക്വാളിറ്റിയാണ്, ഇച്ചിരി കട്ടിയൊക്കെ ഉള്ളൊരു മെറ്റീരിയലാണ്. പ്ലാസ്റ്റിക് PVCയുടെ മെറ്റീരിയൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് കേട്ടോ. അപ്പം ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പം കിട്ടിയ ഉടനെ തന്നെ കൂട്ടുകാരുടെ മുന്നിൽ തന്നെ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കുകയാണിത്. ഈ സംഭവം കൂടെ നമ്മൾ ചിരവയൊക്കെ ഫിറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ കിച്ചൺ ടോപ്പിലും ടേബിളിലും ഒക്കെ ഇത് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലാണ് ഈ ട്രൈപോഡ് സ്റ്റാൻഡ് കണക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ 3 പാർട്സ് ഉണ്ട്. ഇതാണ് ട്രൈപോഡ് സ്റ്റാൻഡ്. ഇതാന്ന് നോക്കിയാൽ നല്ല മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. നല്ല വെയിറ്റും ഉണ്ട് അത്യാവശ്യം. ഇതിങ്ങനെ നമ്മുടെ ഒരു കോമ്പസൊക്കെ പോലെ എത്ര ഡിഗ്രി 360 ഡിഗ്രി നമുക്കിതിനെ വലുതാക്കുകയും ചെറുതാക്കുകയും നല്ല സ്ട്രെയിറ്റ് ആക്കുകയും എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. ഈ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയൊന്ന് കണക്ട് ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് നോക്കാം. നേരത്തെ എന്തുണ്ടായിരുന്ന ട്രൈപോഡ് ഇങ്ങനെ നമ്മൾ 3 സ്റ്റാൻഡിൽ വെക്കുന്ന ടൈപ്പായിരുന്നു. അതിൻ്റെ ഹെഡ് ഒടിഞ്ഞു പോയി. പിന്നെ അത് നമ്മളിത് വെക്കുമ്പോൾ അതിന് പിന്നെ നമുക്ക് എപ്പോഴും എടുത്തെടുത്തൊക്കെ മാറ്റാമല്ലോ. ഇതിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അങ്ങനെ എടുത്ത് മാറ്റാനൊന്നും പറ്റില്ല. നമുക്കിത് എവിടെയെങ്കിലും ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിച്ചണിലാണെങ്കിലും ഇപ്പോൾ ടേബിളിലാണെങ്കിലും ഗ്ലാസ്സിലൊന്നും ഫിറ്റ് ചെയ്യരുത് കേട്ടോ. കുറച്ച് ലോങ് ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതിന് എത്ര വെള്ളം നീട്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് മറ്റത് സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ പാത്രങ്ങളൊന്നും വെക്കാൻ പറ്റില്ലല്ലോ, വേറെ ഒബ്ജക്റ്റൊന്നും. അപ്പോൾ ഇതാണെങ്കിൽ ഇതിൻ്റെ ബോട്ടം നമുക്ക് എന്ത് സാധനം വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ആ മൊബൈൽ ഹോൾഡറിൽ ആദ്യത്തെ നമ്മൾ എപ്പോഴും ട്രൈപോഡിൽ വെക്കുന്ന പോലെ തന്നെ ഇപ്പോൾ 2 ഹോൾഡറാണ്. ഒന്ന് ടാബ് വെക്കുന്നതും ഒന്ന് മൊബൈൽ വെക്കുന്നത്. ഞാനൊരു പഴയ മൊബൈലാണ് ഇതിൽ വെച്ച് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്രൈപോഡ് സ്റ്റാൻഡ് നോക്കിക്കുക, അത് കണ്ട് ഇതാണ് ഒരു മൈക്ക് പോലത്തെ ഒരു സംഭവം കണ്ടോ, സ്റ്റീൽ പോലത്തെ. അതിലാണ് മൊബൈൽ ഫിറ്റ് ചെയ്യുന്നത്. ഇതതിൻ്റെ താഴത്തെ ഭാഗമാണ്. 2 വശത്തും സ്ട്രിങ് ഉണ്ട്. അതിലാണ് ഈ സ്പ്രിങ്ങിലാണ് ഇതിൻ്റെ ആക്ഷൻ കംപ്ലീറ്റ് നടക്കുന്നത് കേട്ടോ. സ്പ്രിങ് പോയാൽ കംപ്ലീറ്റ് പോകും. പക്ഷെ നല്ല സ്ട്രോങ് ആണ് ആ സ്പ്രിങ്, നല്ല സ്ക്രൂ ചെയ്തിട്ടുണ്ടത്. പിന്നെ അതിൻ്റെ ആ സെൻറ്ററിലും നമ്മൾ താഴെയും 2 ഇങ്ങനെ സ്ക്രൂ പോലത്തെ നമ്മുടെ എന്തായാലും അഡ്ജസ്റ്റബിൾ ചെയ്യുന്ന ആ സംഭവം ഉണ്ട് കേട്ടോ. എന്താ പറയുന്നത് പെട്ടെന്ന് കിട്ടുന്നില്ല എനിക്കത്. അപ്പോൾ ഇതിനെ അത് ലൂസാക്കുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ടൈറ്റ് കൂടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതതിൻ്റെ ബോട്ടമാണ്. ആ ബോട്ടം ഈ സംഭവം നമ്മൾ കൗണ്ടർ ടോപ്പിൽ പിടിപ്പിച്ചിട്ട് അതിലേക്ക് അത് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാവേ. അതിൻ്റെ ഇത് കണ്ടോ, ആ മൈക്ക് പോലെ ഇരിക്കുന്ന സാധനം കണ്ടോ. അപ്പോൾ ഈ സാധനത്തിന് അവിടെ ഉണ്ടൊരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിതാ ഇങ്ങനെ കംപ്ലീറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഇതാണ്. നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഫോണ് ആ ഹെഡിലേക്ക് അതിൻ്റെ അവിടുത്തെ ക്യാപ്പ് ഊരിക്കൊണ്ട് അതങ്ങോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ ക്യാപ്പ് ഇടാതെയാണ് ഈ പൊട്ടത്തരം കാണിക്കണം കേട്ടോ. അത് ആദ്യം ഇടണം, എന്നിട്ട് വേണം ക്യാപ്പ് ഇടാൻ. ക്യാപ്പ് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്ത് കൊടുക്കാതെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അത് അവിടെ നിന്ന് കാണിച്ചു തരാം, തിരിച്ചു തരാം കണ്ടോ. കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യും അത്. നമുക്ക് ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ചെയ്യാം. ഷോർട്സ് ചെയ്യണമെങ്കിലും നമുക്ക്
നമുക്ക് ലോങ് വീഡിയോ ആണെങ്കിലും ഏത് പൊസിഷനിലും നമുക്ക് എടുക്കാൻ ചെയ്യും. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മൂവ് ചെയ്യാം. അതാണ് മറ്റുള്ള ട്രൈപോഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയതാണ് കേട്ടോ എനിക്ക്. ഇനി ഇതിനെ നമുക്ക് ഇത് എങ്ങനെ അതിലേക്ക് ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാവേ. നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്ലാസിൻ്റെ ടേബിളിൽ ഫിറ്റ് ചെയ്യരുത്. നമ്മുടെ ഗ്രാനൈറ്റിൽ ഇതിലോ വുഡിൻ്റെ ഇതിലോ ഒക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാം. ടാബ് വെച്ചപ്പോഴും കണ്ടു, അതും ആ ഫോൺ വെക്കുന്നിടത്ത് തന്നെ ടാബും വെക്കുന്നത് കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ല, ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിനെ ഫിറ്റ് ചെയ്യാൻ പോവാണ്. വെളിച്ചം ഇത്തിരി കുറവാണ്. ഇത് ഈ സ്ക്രൂ ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കതിനെ ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. എൻ്റെ ആ ടോപ്പും ബ്ലാക്ക് ആയതുകൊണ്ടാണ് ഞാനൊരു ന്യൂസ് പേപ്പർ ഇട്ടിരിക്കുന്നത് കേട്ടോ. പ്രത്യേകം എടുത്ത് കാണാൻ വേണ്ടി ന്യൂസ് പേപ്പർ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ അടിയിൽ ആ സ്ക്രൂ വെച്ച് നമുക്ക് നല്ലപോലെ ടൈറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഹോളുണ്ട്. ആ ഹോളിലേക്ക് ഈ ബോട്ടം കാണുന്ന ആ നീണ്ടു നിൽക്കുന്ന സംഭവം കുറച്ചൊന്ന് പ്രസ് ചെയ്ത് അതിനുള്ളിലേക്ക് കയറുന്ന ലോക്ക് ആയിക്കോളൂ കേട്ടോ. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാവേ. കണ്ടോ, അത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ലോക്കാവും. പിന്നെ അവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നല്ല ഫിറ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇതിൽ ഈ കംപ്ലീറ്റ് വെയിറ്റും അത് താങ്ങുന്നുണ്ട്. ആദ്യം ഓരോന്ന് ചെയ്യുമ്പോഴും എനിക്കൊരു ഭയമായിരുന്നു, ഇതേ നിൽക്കുമോ എന്നൊക്കെ ഉള്ളൊരിതായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആ താഴത്തെ ആ സംഭവം തന്നെ ഉണ്ടല്ലോ, ആ താഴെ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തതിൻ്റെ താഴെ അവിടെ നിന്നാണ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ടും റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഇത് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഇത്രയും നീളത്തിൽ വരും. എന്നിട്ട് നമുക്കതിനെ എത്ര ക്ലോസ് ആയിട്ട് വേണമെങ്കിലും താഴ്ത്തിയെടുക്കാം. ഏത് ഒബ്ജക്റ്റ് വെച്ചാലും നമുക്ക് തീരെ ക്ലോസ് ചെയ്ത് നമുക്കതിനെ ഫോട്ടോയ്ക്കോ ഷൂട്ട് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് അടുപ്പിച്ചെടുക്കാം. പടം വരയ്ക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു സംഭവം കേട്ടോ ഇത്. പിന്നെ അതിനെ നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്നിടത്തേക്കാണെങ്കിൽ നമ്മൾ ഇതിനെ അവിടെ നിന്ന് അഴിച്ചൊന്നും വെക്കണ്ട. അതിനെ ആ സെൻറ്ററിൽ നിന്നൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങ് വരെ അതങ്ങ് നീണ്ടു വരും. അത് കണ്ടോ, നമുക്ക് ആ നേരെ നമ്മൾ ചെയ്യുന്നതിൻ്റെ നേരെ ഇതിലേക്ക് കണ്ടോ ഇത്രയും ഹൈറ്റിൽ അത് കിട്ടുന്നത്. ഇനി ഇതിനെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളുടെ ഒരാൾ ഹൈറ്റിന് മുകളിൽ വരും. അപ്പോൾ നമുക്ക് ഓവർ ഹെഡായിട്ടുള്ള എന്ത് ഷൂട്ട് ചെയ്യണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് എനിക്കിത് ഒരുപാട് ഇഷ്ടമായിട്ട് ഇങ്ങനെ നമുക്ക് നീട്ടിയെടുത്ത് ഇങ്ങനെ നമുക്കത് കിച്ചൻ്റെ സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് മാറ്റി വെക്കണമെങ്കിൽ മാറ്റിയും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജ് ഇതിനുള്ളതായിട്ട് തോന്നുന്നു. ഇനിയിപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ എന്താണെങ്കിലും. പിന്നെ ഇതിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമൊക്കെ മേടിച്ചാൽ കുറച്ചുകൂടിയൊക്കെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് കുറച്ചുകൂടെയൊക്കെ റേറ്റ് ഉണ്ടാകും. ഇത് ഞാൻ പറഞ്ഞില്ലേ, മീഷോയിൽ നിന്ന് മേടിച്ചാണ്. അതിന് 551 രൂപയെ ഇതിനുണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിനിതാ തിരിച്ച് നമുക്കിപ്പോൾ ഡെയിലി വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് ക്ലീനിങ് ഒക്കെ കാണിക്കത്തില്ലേ നമ്മുടെ ഫ്ലോറിലൊക്കെ, അങ്ങനെയാണെങ്കിൽ അതും അതിൻ്റെ ആ ഹെഡിൽ പിടിച്ചൊന്ന് തിരിച്ചാൽ മതി. ഇത്രയും 90 ഡിഗ്രിയും 360 ഡിഗ്രിയും റൊട്ടേറ്റ് ചെയ്ത് അതിങ്ങ് വരും. ഏത് പൊസിഷനിൽ വേണമെങ്കിലും വെക്കാം. കൊള്ളാം അല്ലേ? എനിക്കിഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത്? ഇനി ഇതിനെ ഒന്ന് നമുക്ക് പൊക്കിയെടുക്കാം. അപ്പോൾ മുകളിലത്തെ ഒരു നമുക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പൊക്കിയെടുക്കാം നമുക്ക്. ഞാൻ പേടിച്ചാണ് പൊക്കിയത്. എനിക്ക് അവിടെ എങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഇല്ല കേട്ടോ. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊരു സ്റ്റിക്ക് പിടിക്കുന്ന പോലെ തന്നെ നമുക്കതിനെ പൊക്കിയെടുത്ത് നമുക്ക് മുകളിലുള്ളതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പിന്നെ എന്ത് സാധനമാണെങ്കിലും നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കുക. ഇത് നല്ല ക്വാളിറ്റി ആണെങ്കിലും മോശം ക്വാളിറ്റി ആണെങ്കിലും റഫായിട്ട് യൂസ് ചെയ്താൽ അത് അധികം ലൈഫ് ഉണ്ടാകത്തില്ല. നമ്മളതിനെ കരുതലോടെ യൂസ് ചെയ്താൽ അത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഓവർ ഹെഡ് ട്രൈപോഡിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.